പ്രചാരണം അങ്ങനെ ചൂട് പിടിക്കണം, ഭയങ്കര ചൂട് കാലത്താണല്ലോ പ്രചാരണം. എങ്ങനെ ഈ ചൂടിനെ നിയന്ത്രിക്കുക എന്നല്ല? ചൂടിനെ നിയന്ത്രിക്കാൻ ഒരു വഴിയില്ല. ചൂട് കൊള്ളാന്നുള്ളത് എന്ത് ചെയ്യാനാ? ചൂട് കൊള്ളണ്ടായി നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ നമ്മളെ ചൂട് കൊള്ളിച്ചോണ്ടേ ഇരിക്കുകയാണ്. അപ്പം പിന്നെ വേറെ രക്ഷയില്ല. പ്രചാരണ ചൂടാണോ അല്ലെങ്കിൽ കാലാവസ്ഥയാണോ കൂടുതൽ ചൂട്? കാലാവസ്ഥ ചൂടിനാണ്, പ്രചരണ ചൂടിന് പ്രശ്നമൊന്നുമില്ല. ഇത് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതല്ലല്ലോ. കാരണം പ്രചരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവർത്തകന്മാർ നല്ല ആത്മവിശ്വാസത്തിലാണ്, കാണുന്ന ജനങ്ങളെല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ്, നല്ല ജനകീയ സപ്പോർട്ടുണ്ട്, ആളുകളെല്ലാവരും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ പ്രചരണത്തിൽ നല്ല ആവേശമുണ്ട്. അതുകൊണ്ട് പ്രചരണത്തിൻ്റെ ചൂടൊരു പ്രശ്നമില്ല, കാലാവസ്ഥേൻ്റെ ചൂട് മാത്രമേ പ്രശ്നമുള്ളൂ. ഇടതുമുന്നണിയുടെ കൺവീനർ എന്ന് പറഞ്ഞിരിക്കുകയാണ് കോഴിക്കോടും ആറ്റിങ്ങലും തിരുവനന്തപുരത്തൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണ്. ഒരു നല്ല കോംപ്ലിമെന്റ് ആയിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പാരയുണ്ടോ അതിനകത്ത്? അല്ല, BJP കേരളത്തിൽ നിർത്തിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളാണ്. ആരും മോശക്കാരില്ല. സത്യത്തിൽ അത് CPM നേതൃത്വത്തിനിട്ടൊരു കൊട്ടാണ് P ജയരാജൻ നടത്തിയത്. കാരണം CPM നേതൃത്വം നിർത്തിയിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളും ഈ എക്സ്പീരിയൻസ് ഡേറ്റ് കഴിഞ്ഞ സ്ഥാനാർത്ഥികളാണ്. ഒരു ചെറുപ്പക്കാരൻ പോലും അതിലില്ല, ഒരു 50 വയസ്സുകാരൻ അതിൽ പോലുമില്ല. എല്ലാം 70 വയസ്സിന് മേലെയുള്ള ആളുകളെയാണ് CPM സ്ഥാനാർത്ഥികൾ നിർത്തിയത്. അതിന് CPM നേതൃത്വത്തിലുള്ള ഒരു കൊട്ടായിട്ട് മാത്രമേ ഞാനതിനെ കാണുന്നുള്ളൂ. CPM തമ്മിലാണോ മത്സരം എന്നുള്ളത് ശരിയാണ്? CPM BJPയും തമ്മിലല്ല. കേരളത്തിലെ മത്സരം NDAയും INDA മുന്നണിയുമാണ്. UDFും LDFും ഒരു ഭാഗത്തു നിന്നുകൊണ്ട് INDA മുന്നണിയുണ്ട്, മറുഭാഗത്ത് NDA ഉണ്ട്. ഞങ്ങളും INDA മുന്നണിയും തമ്മിലാണ് മത്സരം.